ഹായ് മക്കളെ, സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ആഘോഷ മൂഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കടന്നു വരേണ്ട സമയമായി. ഇനി നമുക്ക് പഠിക്കണം. 27-ാം തീയതി കോഴിക്കോട്, കോട്ടയം ജില്ലകളിലെ LDC എക്സാമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഓണം, അതായത് പച്ചടി, കിച്ചടി, പുളിശ്ശേരി, സാമ്പാർ, അവിയലെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കരുത്. ഇനി നേരെ ഇങ്ങോട്ട് വരണം. പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് പഠിക്കണം. സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ അങ്ങോട്ട് സീരീസ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് മെഗാ മാരത്തോണൊക്കെ തരും. സോ നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. കുട്ടികളെല്ലാം വരൂ, പുസ്തകം എടുക്കൂ, പഠിക്കൂ. ഓണത്തിൻ്റെ ആലസ്യമൊക്കെ മതിയാക്കൂ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, അതൊക്കെ മതിയാക്കി ഇനി ജസ്റ്റ് പരീക്ഷ വന്നല്ലോ, പഠിക്കണമല്ലോ എന്ന് പറയുന്നൊരു മൂഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് 20 മിനിറ്റിൽ 20 PYQ ഫാക്ട്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, ഇനി ഓണം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ, എൻ്റെ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2-3 ദിവസം എങ്ങും പോയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം സദ്യയൊക്കെ ഉണ്ടാക്കി, നിരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത സദ്യയാണേ. അങ്ങനെയൊക്കെ ഉണ്ടാക്കി. വീട്ടിൽ ഞങ്ങൾ 4 പേരാണുള്ളത്. ഉഭയന്താവും, ഒരു സുതനുണ്ട്, ഒരു സുതയുണ്ട്, പിന്നെ ജായയായിട്ട് ഞാനും. ജായ എന്ന് പറഞ്ഞാൽ ഭാര്യ, ഉഭയന്താവ് ഭർത്താവ്, സുതൻ പുത്രൻ, സുത പുത്രി, അങ്ങനെ 4 പേരും കൂടി മൊബൈലൊക്കെ എല്ലാവരുടെ മൊബൈലും പിടിച്ച് വാങ്ങി മാറ്റി വെച്ചിട്ട് 2 ദിവസം അത്യാവശ്യം ഇങ്ങനെ കളികൾ, അതായത് ഇങ്ങനെ ഈർക്കിലിയൊക്കെ ഇട്ടുള്ള കളികൾ, പാറകളി, അങ്ങനെയൊക്കെയുള്ള കളികൾ, TV വെക്കാനേ സമ്മതിച്ചില്ല. അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് 2 ദിവസം നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അങ്ങനെയൊക്കെ കൊള്ളാം, അടിപൊളിയായിരുന്നു ഇത്തവണത്തെ ഓണം. 4 പേരും ചേർന്നുള്ള ഒരു സർക്കിളിനകത്തുള്ള ഒരു കുഞ്ഞോണം. അത്യാവശ്യം ഫുഡൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, കഴിക്കുന്നു, വീണ്ടും അത്തപ്പൂവൊക്കെ ഇടുന്നു, ഊഞ്ഞാലാടാൻ പോകുന്നു, വീടിനടുത്തൊരു ഊഞ്ഞാലിട്ടിരുന്നു. അങ്ങനെയൊക്കെ അടിപൊളി ഓണമായിരുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പരീക്ഷാ മൂഡിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഗുരുവിയുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ ഒരു വ്ളോഗ് ചെയ്താലും വേണ്ട, പരീക്ഷയുടെ തിരക്കാണ്, പരീക്ഷയുടെ ഒരു ടെൻഷൻ പല കുട്ടികളുടെയും മനസ്സിലുണ്ട്. അപ്പം നമ്മളൊരു ആഘോഷ മൂഡിലേക്കൊന്നും ഇപ്പോൾ പോകുന്നത് ശരിയല്ല. ഇപ്പോൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്. ഒന്നാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ, അനന്യൻ, അന്യൻ, ദേശികൻ, പരദേശി. നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, പരദേശി പരദേശി. അപ്പോൾ എന്താ ഇത് കുട്ടിയെ, അനന്യനല്ലല്ലോ, പരദേശിയല്ലേ. അത് നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനുള്ള എൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവായിരുന്നു. ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ, പരദേശി അല്ലേ. അപ്പോൾ ഇതിന് വിപരീതം എന്ത് പറയാൻ പറ്റും? സ്വദേശി പറയാം. നമ്മുടെ ദേശത്തുള്ളവൻ ആരാ? സ്വദേശി അല്ലേ. വേറൊരിടത്തുള്ളവൻ പരദേശി. അന്യദേശത്തുള്ള സായിപ്പ് മദാമി എന്നൊക്കെ പറയത്തില്ലേ, പരദേശികളെന്ന്. വേറൊരു ദേശത്ത് ജീവിക്കുന്നവർ പരദേശി, നമ്മുടെ ദേശത്ത് ജീവിക്കുന്നവൻ സ്വദേശി. ഇനി പിരിച്ചെഴുതുക. ഈ അധികം അകാര്യം, ഈ അധികം എക്കാര്യം, ഈ അധികം കാര്യം, ഇക്കാര്യം. ഇനി ഈ അധികം കാര്യമാണ് ഈ കാര്യമായി പോകും അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം? ദ്വിത്വസന്ധിസ്ത സന്ധി ഹിയർ. അപ്പോൾ ഇവിടുത്തെ സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. അപ്പോൾ ഒറ്റപ്പദം അന്യദേശത്തുള്ളവൻ, പരദേശി. അതുപോലെ തന്നെ നമുക്ക് അന്യദേശത്ത് വസിക്കുന്നവന് നമുക്ക് എന്ത് പറയാം? പ്രവാസി എന്ന് പറയാം. അന്യദേശത്ത് വസിക്കുന്നവൻ പ്രവാസി. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് സ്വവാസി എന്ന് എന്ത് പറയാം? നമ്മുടെ ഇവിടെ വസിക്കുന്നവനെ നമുക്ക് സ്വവാസി എന്നും, അന്യദേശത്ത് വസിക്കുന്നവന് പ്രവാസി എന്നും. അന്യദേശത്ത് ജീവിക്കുന്നവൻ പരദേശി, സ്വന്തം ദേശത്ത് ജീവിക്കുന്നവൻ സ്വദേശി. ഓക്കെ അല്ലേ? പിരിച്ചെഴുതുക. ഈ അധികം കാര്യമാണ് ഇക്കാര്യം. ദ്വിത്വസന്ധി വരും. ഇരട്ടിച്ചു. കൊടിക്കൂറ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഖേദനം, കേതനം, കേസരി, കേസരം. ഖേദനമാണ്. ഖേദനം എന്ന് പറഞ്ഞാൽ ദുഃഖം ഉണ്ടാകുക എന്നുള്ളൊരർത്ഥമാണ്. കേസരിക്ക് സിംഹം എന്നുള്ളൊരർത്ഥമുണ്ട്, ശ്രേഷ്ഠൻ എന്നുള്ളൊരർത്ഥവും ഉണ്ട്. കേസരം എന്ന് പറയുന്നത് ഈ ചെടികളിലൊക്കെ കാണുന്ന മുകുളം, മൊട്ട് പോലെയുള്ള ഭാഗത്തിനെയാണ് കേസരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൊടിക്കൂറ. വൈജയന്തി എന്നും കൊടിയെ പറയും. എന്ത് പറയും? വൈജയന്തി, വൈജയന്തി. അതുപോലെ ധ്വജം എന്ന് പറയും. കൊടിക്ക് എന്ത് പറയും? ധ്വജം. അപ്പോൾ വൈജയന്തി, ധ്വജം, കേതനം എന്നൊക്കെ പറഞ്ഞ കൊടി എന്നാണ് അർത്ഥം. ഇനി ശരിയായ പദമേത്? അഖിലേശൻ അല്ലേ. എങ്ങനെയാ നമുക്ക് ഇതൊന്ന് പിരിക്കുക? അഖില അധികം ഈശനാണ്. അഖില ഈശ. അഖിലം എന്ന് പറഞ്ഞാൽ എന്താണ്? അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം, സമസ്തം, സർവത്തിനും ഈശനായിട്ടുള്ളവൻ അഖിലേശൻ. ആരാണ്? ഈശ്വരൻ. നമ്മൾ അഖിലാണ്ട മണ്ഡലം പാടത്തില്ലേ?
അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. പണ്ട് സ്കൂളിലുണ്ടല്ലോ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികളെയൊക്കെ ടീച്ചേഴ്സ് പിടിച്ചിങ്ങനെ പ്രെയർ സോങ്, പ്രാർത്ഥനാ ഗാനം ആലപിക്കാനായിട്ട് അസംബ്ലിയിൽ കൊണ്ട് നിർത്തുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു വല്ലാത്ത ത്വരയാണ് കൂടെ പാടാനായിട്ട്. പക്ഷേ കുട്ടികളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈണത്തിൽ പാടുമ്പോൾ ഞാൻ മാത്രം അതിൻ്റെ ഇടയിൽ കയറി വലിയ ശബ്ദത്തിൽ ഈ ഈണത്തിലൊന്നും അല്ല പാടുന്നത്, മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലൊക്കെ പാടിക്കളയും. അഖിലാണ്ട മണ്ഡല അങ്ങനെയൊക്കെ. അപ്പം ടീച്ചർ വന്ന് ചെവി പിടിക്കും അസംബ്ലി കഴിഞ്ഞിട്ട്. എന്നിട്ട് പറഞ്ഞു, ജനഗണമന പാടുമ്പോൾ മാത്രമേ നീ കൂടെ പാടാവൂ. അങ്ങനെ മുളയിലേ നുള്ളിക്കളഞ്ഞു എൻ്റെ ആ പാടാനുള്ള കഴിവിനെ. ടീച്ചർ എന്ത് ചെയ്തു? മുളയിലേ നുള്ളുക എന്നൊരു ശൈലിയുണ്ട്. തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക? നശിപ്പിച്ച് കളയുക എന്നുള്ള അർത്ഥത്തിലാണ് മുളയിലേ നുള്ളുക. അങ്ങനെ അഖിലാണ്ട മണ്ഡലം പാടി ഞാൻ തെളിയുമായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു ഇനിമേലാൽ പാടിപ്പോകരുതെന്ന്. അപ്പോൾ അഖിലം, സമസ്തം, സർവം, കംപ്ലീറ്റ് ലോകത്തിനും ഈശ്വരനായിട്ടുള്ളവൻ അഖിലേശൻ. ഓക്കെ അല്ലേ? അതാരാ എഴുതിയത്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുങ്ങി പന്തളം കേരളവർമ്മ. യെസ്, പന്തളം കേരളവർമ്മയാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കിയത്, ആ ഗാനം, പ്രാർത്ഥനാ ഗാനം എഴുതിയത്. ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം സത്യം പുറത്താകുക. യെസ്, നമ്മൾ എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ പറയല്ലോ, ഓ ചെമ്പ് തെളിഞ്ഞല്ലോ ഇപ്പോഴെങ്കിലും, അതായത് നിൻ്റെ കള്ളത്തരം വെളിയിലായല്ലോ എന്നുള്ള അർത്ഥം. കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കൂപം കിണറാണ് അല്ലേ? അപ്പോൾ കൂപമണ്ടൂകമോ? കൂപമണ്ടൂകം, മണ്ടൂകം. കൂപമണ്ടൂകം കിണറ്റിലെ തവള, കിണറ്റിലെ തവള, തളവയല്ല തവള. കിണറ്റിലെ തവള എന്ന് പറഞ്ഞാൽ ലോകപരിജ്ഞാനമില്ലാത്തവർ അല്ലേ? നമ്മൾ വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അറിവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അജ്ഞരെയാണ് നമ്മൾ കൂപമണ്ടൂകങ്ങൾ അഥവാ പൊട്ടക്കിണറ്റിലെ തവളയെന്നൊക്കെ പറയുന്നത്. ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും പുറത്തിരിക്കുക, മറക്കുക, നഷ്ടപ്പെടുക. വല്ലപ്പോഴും, ഓഫ് ആൻഡ് ഓൺ, വല്ലപ്പോഴും. റെയർലി എന്നുള്ള അർത്ഥം. തന്നിട്ടുള്ള ശൈലി സൂചിപ്പിക്കുന്ന ശരിയായ അർത്ഥം ഏതാണ്? ഊടും പാവും നെയ്യുക, ഒന്നുപോലെ ഇഴുകിച്ചേരൽ, കംപ്ലീറ്റ്ലി അങ്ങോട്ട് ലയിച്ചു ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊടും പാവും നെയ്യുക. അതായത് ഈ വസ്ത്രങ്ങളൊക്കെ നെയ്യുന്ന സമയത്ത് ഊടും പാവും ചേർക്കുക എന്ന് പറയും. അതിൽ നിറം വസ്ത്രവുമായി ലയിച്ചു ചേരൽ, ആ അർത്ഥത്തിലാണ്. ഒന്നുപോലെ ഇഴുകിച്ചേരൽ എന്നുള്ള അർത്ഥത്തിൽ ഊടും പാവും. ഇംഗ്ലീഷ് പദത്തിന് യോജിച്ച അർത്ഥമുള്ള പദം എന്താണ്? ഫ്യൂസ്റ്റിഗേഷൻ ആയിരിക്കും കേട്ടോ. പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ വേരിയേഷൻ വന്നിരിക്കാം. ഫ്യൂസ്റ്റിഗേഷൻ ആയിരിക്കുമല്ലോ, ഫ്യൂസ്റ്റിഗേഷൻ. യെസ്, പുകയ്ക്കൽ എന്നാണ് അർത്ഥം. ഫ്യൂസ്റ്റിഗേഷൻ എന്താണ്? പുകയ്ക്കൽ ഓർ ഫസ്റ്റിഗേഷൻ, ഐ ഡോണ്ട് നോ. ഇംഗ്ലീഷ് പുലികൾക്കറിയാം ഫ്യൂസ്റ്റിഗേഷൻ, പുകയ്ക്കൽ. ഓക്കെ. ഇംഗ്ലീഷ് ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ല് കണ്ടെത്തുക. ബഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. യെസ്, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുത്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഓണക്കോടി അല്ലേ, ഒരാൾക്ക് നമ്മൾ എന്തിനാണ് ഒരാൾ നമ്മുടെ ഓണക്കോടി തരുന്നത്? അവരുടെ കൺസേൺ, അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അതൊക്കെ പ്രകടിപ്പിക്കാനായിരിക്കും ആരെങ്കിലും ഒരാൾ നമുക്കൊരു സമ്മാനം തരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ വിലയല്ല നോക്കേണ്ടത്, അത് തരുന്ന ആളിൻ്റെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ് അല്ലേ. ഒരു ചെറിയ മുട്ടായി ആണെങ്കിൽ കൂടി നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളതിന് നന്ദി പ്രകടിപ്പിക്കുക. അവർക്ക് നമ്മളടുത്തുള്ള കൺസേൺ ആണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നത് മുട്ടായി കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ആ വസ്ത്രം ശരിയായില്ലെന്നോ ഒന്നും പറയരുത്. അവരുടെ മനസ്സിലൊരിടം നമുക്ക് കിട്ടുമ്പോഴാണ് അവരൊരു മിഠായി ആണെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പങ്ക് നമുക്ക് തരുന്നത്. സോ അവിടെയൊക്കെ നമ്മൾ പ്രയോഗിക്കും ബഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. നമ്മൾ അവരുടെ ദാനം കിട്ടിയ ആൾക്കാരാണ്, അവർ നമുക്കൊരു ദാനമാണ് തന്നത്, അതിന് നമ്മൾ കുറ്റം പറയരുത്. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുത്, അതൊരു മാനുഷിക മൂല്യമാണ്. നമുക്ക് ഒരു നമുക്ക് എന്ത് തന്നാലും അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തിനെ അളക്കാൻ നിൽക്കരുത്. കാര്യം അത് വലിയ മൂല്യമുള്ളൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്ന് പറയുന്നത്. അടുത്ത് അമ്മ കുഞ്ഞിന് അപ്പം കൊടുത്തു. ദാണ്ടെടുക്കുന്നു ഇക്ക് ഇന് ഉം അല്ലേ, ഇക്ക് ഇന് ഉം, ഇത് മൂന്നും വരേണ്ടത് ഉദ്ദേശിക്കുകയാണ്. PSC പ്ലിങ് അതന്നെ, ചമ്മിപ്പോയി PSC. കാരണം ഇവിടെ ഉദ്ദേശികയില്ല, പ്രതിഗ്രാഹിക ആണ്, പ്രയോജിക വന്നാൽ ആലാണ്, നിർദ്ദേശിക വന്നാലോ
അതിന് പ്രത്യയം ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. പ്രത്യയം ഇല്ല. സംയോജികയാണെങ്കിൽ ഓട്. പിന്നെ അമ്മ കുഞ്ഞിന് അപ്പം കൊടുത്തത് ഏത് വിഭക്തിയിൽ വരും? ഉദ്ദേശികയല്ലേ? സോ ചമ്മിപ്പോയി. PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് എപ്പോഴോ ഓടിക്കാണും. ഇനി സന്ധ്യ നിർണ്ണയിക്കുക. ഋഗ് അധികം വേദം, ഋഗ്വേദം ആദേശസന്ധിയാണ്. കാരണം ക എന്ന ഖരം ഗ എന്ന മൃദുവായി ചേർന്നു. ഓക്കെ അല്ലേ? അപ്പം ക എന്ന ഖരാക്ഷരം ഗ എന്ന മൃദു അക്ഷരമായി മാറുമ്പോഴാണ് ഋഗ്വേദം, വാഗ്വാദം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓർമ്മയുണ്ടല്ലോ? വാഗ്വാദം വാഗ്വാദമായൊക്കെ മാറുന്നത്. ഓക്കെ, യെസ്. ക ഗ ആയി മാറും. ഖരം എന്ന് പറഞ്ഞാലേ ക ഖ ഗ ഖ ങ. ഖരം, അധിഖരം, മൃദു, ഘോഷം, അനുനാസികം. ഇത് വെച്ച് പിരിക്കുന്നത് ഇങ്ങനെയായി മാറും. ഒരു LDയുടെ പരീക്ഷയ്ക്ക് ഭഗവത് തത്തയുടെ ത വെച്ച് പിരിച്ചിട്ട് ദയയുടെ ദായായി മാറിയില്ലേ? ഭഗവത്ഗീത എന്ന് ചേർത്തെഴുതും. ത അവിടെ എന്തായി മാറും? ദായായി മാറും. പൈദാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ്? എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് പശുവിനെ പൈ എന്ന് പറയും. പയ്യനെ മാറ്റിക്കെട്ട്, പയ്യനെ കറക്കുക. അപ്പോൾ പൈക്കറ എന്ന് പറയും. പൈക്കറ എന്ന് പറഞ്ഞാൽ പശുവിനെ കറക്കലാണ്. അത് പിരിക്കുന്നത് പൈ അധികം കറ എന്നാണ്. പശുവിനെ ഇങ്ങനെ കറക്കത്തില്ലേ, അത്. അപ്പം പൈദാഹം എന്ന് പറഞ്ഞാൽ പശുവായിട്ടൊന്നും അവിടെ ബന്ധമില്ല. അവിടെ വിശപ്പും ദാഹവും. ഇപ്പം അമ്മയോട് പറയണം, അമ്മേ നല്ല പൈദാഹമുണ്ടമ്മേ, എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ തരൂ എന്ന് പറയാം. പൈദാഹം. പൈ വിശപ്പ്, ദാഹം ദാഹം തന്നെ. നിലാവിൻ്റെ പര്യായമല്ലാത്തത്. കൗമുദി നിലാവാണ്, ജ്യോത്സന നിലാവാണ്, ചന്ദ്രിക നിലാവാണ്. പനിമതി ആരാ? ചന്ദ്രൻ. പനിമതി. അങ്ങനൊരു പാട്ടുണ്ടോ? ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പനിമതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നുള്ള അർത്ഥമാണ്. പനിമതി തിങ്കൾ അങ്ങനെ പറയൂല. പനിമതി ചന്ദ്രൻ. ബാക്കിയെല്ലാം നിലാവിൻ്റെ പര്യായമാണ്. കൗമുദി, ജ്യോത്സ്ന, ചന്ദ്രിക ഒക്കെ നിലാവിൻ്റെ പര്യായം. ഇനി മുഖം എന്നതിൻ്റെ പര്യായമല്ലാത്തത്. ആസ്യം മുഖമാണ്, വക്രം മുഖമാണ്, വദനം മുഖമാണ്, അങ്കുരം മുള പൊട്ടുക എന്നുള്ള അർത്ഥം. മുള പൊട്ടുക, അങ്കുരിക്കുക, അങ്കുരം മുള എന്നുള്ള അർത്ഥം. ഓക്കെ. പല്ല് അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മുള പൊട്ടുക. ഇനി പൂവിൻ്റെ അങ്കുരം മൊട്ട് എന്നുള്ള അർത്ഥം, മുള പൊട്ടുക. കാള പറ്റുന്ന കേട്ട് കയറെടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യമറിയാതെ ചാടി പുറപ്പെടുകയാണ്. കാര്യമറിയാതെ കയറെടുക്കലല്ല, കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കുകയല്ല, കാര്യം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കലുമല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാം, നമ്മൾ കുട്ടികളിൽ തന്നെ കലിപ്പന്മാരും കലിപ്പികളും ഉണ്ടല്ലേ. കാര്യം അറിയാതെയാണ് കലിപ്പന്മാരും കലിപ്പികളും ഇറങ്ങി പുറപ്പെടുന്നത്. അവസാനമാണ് അയ്യോ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഈശ്വര എന്നും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ കാള പെട്ടെന്ന് കേട്ട് കാള പ്രസവിക്കില്ലല്ലോ. പൂവൻകോഴി മുട്ടയിട്ടു എന്ന് പറയുമ്പോൾ അമ്മ പറയുവാണ്, എടാ ഇന്ന് പൂവൻകോഴി മുട്ടയിട്ടടാ അമ്മ, അന്ന് എനിക്ക് ഉള്ളി കൂട്ടി ഒരു ഓംലെറ്റ്. അങ്ങനെ അങ്ങനെ പറയുമോ? പറയാറുണ്ട് ചില കുട്ടികൾ. അങ്ങനെ പറഞ്ഞാൽ പറയാം, കാള പെട്ടെന്ന് കേട്ടാൽ കയറെടുക്കുക. കാള പെറയല്ല, പൂവൻകോഴി മുട്ടയിടേയല്ല. യെസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തോണി തുഴയാൻ തുടങ്ങി. അടിവരയിട്ടിരിക്കുന്ന പദം. തുഴ അധികം അന്നെന്തായാലും വരൂല, തുഴയൻ എന്നാവും. തുഴ അധികം യാനും വരൂല, തുഴ അധികം ആൻ. കറക്റ്റ്. തുഴ ആനാണ്, തുഴയാൻ ആഗമ സന്ധി. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ഛത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ഛം ഘടകപദമാക്കുക. ഇരുന്ന് ഉരുളുകയായിരുന്നു എന്നൊന്നും പറയരുത്. അപ്പോൾ എന്താ ഇത്? ഭാഗീരഥി കച്ഛം ഉരുളുന്നു അങ്ങനൊന്നുമില്ല. അശ്വത്ഥാമാവ് ആരാണ്? അശ്വത്ഥാമാവ് ദ്രൗണി അല്ലേ, ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ഈ ദ്രൗണി ഭാഗീരഥിയുടെ കച്ഛം, ഭാഗീരഥിയുടെ കച്ഛം അതായത് ഗംഗാതീരം എന്നേ അർത്ഥമുള്ളൂ. ഗംഗാതീരത്ത് ഋഷികളുടെ കൂടെ ഇരുന്ന് പറയുകയായിരുന്നു. അരുളുക, പറയുക. അപ്പം അശ്വത്ഥാമാവ് അപ്പോൾ ഗംഗാനദിയുടെ തീരത്ത് ഋഷികളുടെ കൂടെ ഇരുന്ന് പറയുകയായിരുന്നു. അവരെന്താണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്തോ അവരിരുന്ന് അവിടെ അരുളപ്പാടുണ്ടായി. അതായത് അവരിരുന്ന് പറയുകയായിരുന്നു. ഭാഗീരഥി ഗംഗയാണ്, ഭാഗീരഥി കച്ഛം. അങ്ങനെ ഭാഗീരഥിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഭഗീരഥൻ. അതുകൊണ്ടാണ് ഭഗീരഥൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന പേര് കിട്ടിയത്. ഹെർക്കൂലിയൻ ടാസ്ക് എന്നതിൻ്റെ മലയാളമാണ് ഭഗീരഥ പ്രയത്നം. അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്
വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള അന്തരം. അതായത് അജം ആടാണ്, ഗജം ആനയാണ്. ആനയും ആട്ടുകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം, വലിയ വ്യത്യാസം എന്നുള്ള അർത്ഥം. അതേസമയം അജ ഗജാന്തര വ്യത്യാസം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തക്ക സമയത്ത് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ചൊല്ലെന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നോ മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്നോ നമുക്ക് പറയാവുന്നതാണ്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്, അതായത് അയൺ ചൂടായിരിക്കുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ അടിച്ച് പരുവത്തിലാക്കാം. അതുപോലെ മേക്ക് ദ ഹേ വൈൽ ദ സൺ ഷൈൻസ്, അതായത് കാറ്റുള്ളപ്പോൾ പാറ്റുക, അല്ലേ, വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ കാറ്റുള്ളപ്പോൾ പാറ്റുകയാണ്. ഇത് ആവർത്തിച്ച് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അങ്ങനെ മക്കളെ നമ്മൾ സിമ്പിളായിട്ടുള്ള 20 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇനി അങ്ങോട്ട് കോഴിക്കോട്, കോട്ടയം LD പരീക്ഷയ്ക്ക് മുമ്പ് മലയാളത്തിൽ ഇതുപോലെ 20 മിനിറ്റിൽ, 20 മിനിറ്റൊന്നും ആയിട്ടില്ല കേട്ടോ, വെറും 10-12 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. എന്തായാലും ഈ 20 ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിന് ഉടൻ തന്നെ 1-2 ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. ഇനിയിപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ഒരു ഡെസ്പ്, പിന്നെ എന്തിനാന്ന് അറിഞ്ഞൂടാത്ത കുറേ ഡെസ്പ് ഫീലൊക്കെയുള്ള കുട്ടികൾക്കായിട്ടൊരു മോട്ടിവേഷൻ വീഡിയോ നാളെയോ മറ്റന്നാളോ ചെയ്യാം. മോട്ടിവേഷൻ പ്ലസ് നമ്മുടെ മെഗാ മാരത്തോൺ പ്ലസ് നമ്മുടെ ഇതുപോലത്തെയുള്ള പ്രതീക്ഷിത ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പഠനത്തിലേക്ക് ഉഷാറാവുകയാണ്. മടി പിടിച്ചിരിക്കുക കൂട്ടുകാരെ വന്നാട്ടെ, ഒരു പാട്ടില്ലേ, ഇങ്ങനെ ഇരുന്നാലോ ഒരു കുട്ടി പാടുന്നില്ലേ, കൂട്ടുകാരെ വന്നാട്ടെ. അപ്പോൾ അതുപോലെ ഞാൻ വിളിക്കുകയാണ്. കൂട്ടുകാരല്ല, ഇവിടെ മക്കളാണ്. എല്ലാവരും പഠനത്തിൻ്റെ മൂഡിലേക്കൊന്ന് തിരിച്ചു വരിക. ഡിഗ്രി മെയിൻസൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് പോലീസ് യൂണിഫോമൊക്കെ ഇടണ്ടേ, സബ് ഇൻസ്പെക്ടറൊക്കെ ആകണ്ടേ, അതുപോലെ LSGD ഒക്കെ ആകണ്ടേ. ഇപ്പോൾ ഡിഗ്രി മെയിൻസും LDCക്കും മലയാളം സെയിം സിലബസാണ് ഈ ഞാനിപ്പോൾ LDC പ്രതീക്ഷിത ചോദ്യമൊന്നായിരിക്കും ഇതിൻ്റെ ടൈറ്റിൽ തരുന്നതെങ്കിൽ കൂടി ഡിഗ്രി മക്കൾക്കും ഇത് പ്രയോജനപ്രദമാണ്. ഡിഗ്രി മൂന്നിനും ഇത് തന്നെയാണ് മെയിൻസ് എഴുതാൻ പോകുന്നവർക്ക്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും സെയിം തന്നെയാണ്. അപ്പോൾ ഓക്കെ അല്ലേ, HSAക്കാർക്കും ഇത് കാണാവുന്നതാണ്. ശൈലി ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൂടി പഠിച്ചു വയ്ക്കാം. സന്ധിയുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.